എടാ അവലെ നിനക്ക് ഈ അമുലിന്റെ ലസ്സി വേണോ അല്ലെങ്കിൽ അമുലിന്റെ കോൾഡ് കോഫി? അമുലിന്റെ സാധനമാടാ. ഓ അങ്ങനെ അടിച്ചു നോക്ക്. ഇത് കഴിച്ചവരൊക്കെ ഇപ്പൊ കോൺഗ്രസ് ചുമ്മാരിയാണ്. നിങ്ങൾ ഈ അമൂൽ ബേബി എന്നും പപ്പു എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആയില്ലേ, കുറെ കാലം കഴിഞ്ഞതല്ലേ. എന്തെങ്കിലും ആവശ്യം വന്നാൽ തെക്ക് വടക്ക് കടക്കാൻ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവിടെ ഡൽഹി പോയാൽ ഒന്നിച്ചിരിക്കേണ്ടതാ, അത് മറക്കാൻ വേണ്ട. ഡയലോഗ് ഇപ്പൊ എത്ര കാലം കഴിഞ്ഞാ തൃശ്ശൂരോ? പൂരത്തിന് പോയതാ, എല്ലാം കൂടെ കുളമായി നാശവശമായി. പൂരം കുളമായി ഇപ്രാവശ്യം. ആണോ? പിന്നെ ചന്ദ്രാശായി കളഞ്ഞില്ലേ? എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു അവിടെ? എന്തായിരുന്നു? ജിയുടെ ആൾക്കാർ നശിപ്പിച്ചു എന്നാണല്ലോ മുരളീധരൻ ജിയുടെ ആൾക്കാർ നശിപ്പിക്കും. ജിയുടെ ആൾക്കാർ നശിപ്പിക്കും. അവിടെ കുറെ കാക്ക് കിട്ട സാറുമാര് കയറി അങ്ങ് വിരകി നശിപ്പിച്ചേ മൊത്തം കൂടെ. ആദ്യമായിട്ട് നടത്തുന്നതാണോ പൂരം? പൂരം നൂറ്റാണ്ടുകളായിട്ട് നടക്കുമോ പൂരം? ഇതുവരെ വെടിക്കെട്ട് മാറ്റി വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഴ പെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 100 കൊല്ലമായിട്ട് പൂരം നടക്കുകയാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പും തൃശ്ശൂരിങ് എടുക്കാനുള്ള ആർത്തിയിലും ഒക്കെ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പോലീസുകാർ കാണിച്ച പരിപാടി എന്താണ്? വെളുപ്പിന് 3 മണിക്ക് തുടങ്ങേണ്ട വെടിക്കെട്ട് 11 മണിയായപ്പോഴേ റൗണ്ടിൽ കയറി മൊത്തം ബാരിക്കേഡും കെട്ടി ആൾക്കാരെ മൊത്തം ഇറങ്ങി. തൃശ്ശൂർക്കാർ സഹിക്കോ? ഈ സമയത്ത് മടത്തിവരവ് തിരിച്ചു വരുവാ തിരുവമ്പാടിയിലോട്ട്. തിരുവമ്പാടി നാന വരുമ്പോ എന്തോ അറിയോ, ഘോഷയാത്ര വരുമ്പോ എന്തോ അറിയോ, ബാരിക്കേഡ് വെച്ചേക്കുവാ. അവരവിടെ ഇട്ടിട്ട് പോയി. അവര് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണോ പോലീസ് ഈ സൈസ് പരിപാടി കാണിക്കണം? നാട്ടുകാരെ മുഴുവൻ നിങ്ങളെ സർക്കാരിനോട് പറഞ്ഞ് അന്വേഷിക്കും. പോലീസ് ഏമാമാരെ നോക്കണം. കാരണം ഈ പോലീസിനകത്തും കാണുവേ കാക്കി നിക്കറ്. അല്ല അത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ഥാനാർത്ഥിയാ വയനാട് ഇത് അലമ്പാക്കാൻ വേണ്ടി മാത്രം. അതായത് തൃശ്ശൂർ പൂരം 100 കൊല്ലമായിട്ട് വളരെ വൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനകത്തേക്ക് പോലീസിനെ കൊണ്ടുവരുന്നതും പോലീസിനെ വെക്കുമ്പോൾ വിരട്ടുണ്ടാക്കുന്നതും അലമ്പുണ്ടാക്കുന്നതും ഒക്കെ എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാന്നൊക്കെ നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിന്ന് പോയ ഇവിടെ DCP ആയിട്ടിരുന്നത്. അന്നേരമാണ് മറ്റേ AK സെന്ററിനെതിരെ പടക്കം പറയുന്നത്. പുള്ളിയായിരുന്നു അന്വേഷിച്ചത്. അന്വേഷിച്ച് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പം സർക്കാർ പതുക്കെ അവിടെ നിന്ന് മക്കളും ആദ്യം അന്വേഷിച്ചെന്ന് പറഞ്ഞങ്ങ് വിട്ടു. ഇതേപോലെ അലമ്പായിരുന്നു ശബരിമല. അതന്നെ എനിക്ക് സംശയം. ഇത്ര സാധനങ്ങളെല്ലാം ശബരിമല ഉണ്ടായിരുന്നപ്പോ ശബരിമല വിഷയം, ഇപ്പൊ പൂരം എടുത്തുകൊണ്ട് വരുന്നു. പൂര വിഷയം ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോ എന്തെങ്കിലും ഒരു വിഷയത്തെ കയറി അതിനകത്തൂടെ അടിച്ചു മാറ്റാം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ അല്ല ഇത് നിങ്ങൾ പറയുന്ന അല്ലെന്ന് ഇത് കേക്ക്. തെച്ചിക്കോട് രാമേന്ദ്രൻ, സുനിൽകുമാർ, സുരേഷ് ഗോപി, മുരളീധരൻ ഇങ്ങനെയായിരുന്നല്ലോ അവിടെ നിറഞ്ഞു നിന്നല്ലോ. അങ്ങനെ പൊക്കോണ്ടിരുന്നു മൊത്തം. അങ്ങനെ ഇരിക്കുന്നതിന് ഇടയ്ക്ക് ടക്കെന്നൊരു സാധനം അങ്ങ് പൊളിയാനുള്ള കാരണം ഞാൻ കണ്ടുപിടിക്കും. ഇതിന്റെ ഗുണഫലം ആർക്കാണ്? ഒരു നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കി, ഒരു പ്രശ്നം ഉണ്ടാക്കി, അതിന്റെ ഗുണഫലം കിട്ടുന്ന ആർക്കാണെന്ന് നോക്കിയാൽ അറിയാം. ജി വന്നപ്പോ പറഞ്ഞെന്താ, നിങ്ങളുടെ സർക്കാർ തൃശ്ശൂർ പൂരം മുഴുവൻ അങ്ങ് കുളവാക്കിയെന്ന്. അതിന്റെ ഗുണഫലം ആർക്കാ? എടുക്കാൻ നിൽക്കുന്നവർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുന്ന കേട്ടാത്തൊന്നും തൃശ്ശൂർ കമ്മീഷണർ അങ്കിത് അശോകനെയും അവിടുത്തെ DIG അജിത വിഗത്തെ കൊണ്ട് ഇവിടുത്തെ BJP-ക്കാര് മന്ത്രി രാജനാണോ അല്ലെങ്കിൽ സുനിൽകുമാർ ആണോ പോലീസുകാരനെ പണി പഠിപ്പിക്കേണ്ടത്? പോലീസുകാർക്ക് അറിഞ്ഞൂടെ? പോലീസുകാരെ പിടിച്ചു നിർത്തുന്ന കക്ഷികളുണ്ട്. അതിന് മേളിലുള്ള കക്ഷികൾ ആർക്ക് വേണ്ടിയാ കളിക്കുന്നത്? നിങ്ങൾ ചാലക്കുടിക്കാരുടെ DGP ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? വർത്താനം കേട്ടാ ഭരിക്കുന്നത് കെ മുരളീധരനാണ്. സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് പൂരം നടക്കാൻ വേണ്ടി സർക്കാർ വരുമോ? സർക്കാർ നടത്തുന്ന ഒരു പരിപാടി മറുപടി പറയണ്ടേ? മന്ത്രി രാജസ്ഥലത്തില്ലേ, രാജൻ നോക്കണ്ടേ? എന്ന് രാത്രിയിൽ പോയിട്ട് പോലീസ് ബാരിക്കേഡ് വെടിക്കെട്ട് 11 മണിക്ക് റൗണ്ടിൽ നാളെ ഇറക്കി ബാരിക്കേഡ് വെക്കുമ്പോൾ മന്ത്രി അവിടെ എത്തിയിട്ട് ചോദിക്കണ്ടേ എന്തുവാ പോലീസുകാരെ ഇവിടെ സൂക്ഷിച്ചോ? ഈ കമ്മീഷണറും മേളിലൊക്കെ സാറുമാരുണ്ട്. ആ സാറുമാരൊക്കെ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് നിങ്ങൾ കേട്ടോ? മന്ത്രി ഇടപെട്ടായിരുന്നു. മന്ത്രി ഇടപെട്ടെന്ന് പറഞ്ഞല്ലോ. മന്ത്രി ഇടപെട്ട് വെടിക്കെട്ട് നടന്നായിരുന്നു. എപ്പോഴാണെന്നറിയോ? രാവിലെ കാക്കേനെ ഓടിക്കാൻ വേണ്ടി
ടക്ക് ടക്കെന്ന് പൊട്ടിച്ചായിരുന്നു കൂട്ടിയിട്ട് കത്തിക്കുന്ന പോലെ. ജനത്തിനൊരു കാര്യം മനസ്സിലാവും, ഇത് തൃശ്ശൂർ പൂരം പോലെ നടത്താൻ അറിയാത്തവന്മാരെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ട് എന്തൊരു കാര്യം. അയ്യോ, ഈ 200 കൊല്ലം പൂരം നടത്തിയത് മുമ്പാണോ? നമ്മള് വന്നിട്ടാണോ 200 കൊല്ലം തൃശ്ശൂർ പൂരം നടന്നത്? 200 കൊല്ലം കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമുണ്ടായത് കഴിവുകേടാന്ന് പറഞ്ഞത്. ചില കക്ഷികളൊക്കെ വരാൻ തുടങ്ങിയപ്പോ കുഴപ്പം തുടങ്ങി. തൃശ്ശൂർ എടുക്കണമെന്ന് പറഞ്ഞ് ചില കക്ഷികളൊക്കെ നീ ഇത് പിടിച്ചിട്ട് കൊടിക്ക് പകരം ബലൂൺ വീർപ്പിച്ചിട്ട് പോ. നിനക്ക് പറ്റിയ പണി. ഞങ്ങൾ ചിലപ്പോ കൊടി പിടിക്കും, ചിലപ്പോ ബാനർ കിട്ടും, ചിലപ്പോ പോസ്റ്റർ ഒട്ടിക്കും, ചിലപ്പോ ബലൂൺ വീർപ്പിക്കും, അങ്ങനെ പല പോലീസുകാർ എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെയല്ലേ സ്കൂൾ യൂണിവേഴ്സിറ്റി അടിച്ച് കളിക്കാൻ. ഒന്നെങ്കിൽ കൊള്ളാവുന്ന മേൽ ഉദ്യോഗസ്ഥർ വേണം, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും മന്ത്രിമാരും ബാരിക്കേഡ് തോട്ടി കളയണമായിരുന്നു. ഐപിഎസ്കാരനാണ് ഇതിനകത്ത് കയറി കളിച്ചതെന്നൊക്കെ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാലും തൃശ്ശൂർകാർക്ക് സംശയം നിങ്ങളെ രണ്ട് കൂട്ടരെയാ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ആന അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കുറ്റമാകില്ല. അതും സർക്കാരിന്റെ കുറ്റമാകും, അത് സമ്മതിച്ചു. പക്ഷേ ഈ പോലീസിനെ അടപ്പിക്കുന്നത്, പോലീസിന് മതപ്പാടം ഉണ്ടാക്കി വിട്ടത് ഏതൊക്കെ വേന്ദ്രന്മാരാണ്? അത് എങ്ങനെയാണല്ലോ എനിക്ക് മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കരുത്. ഇതിനകത്ത് തൃശ്ശൂർ പൂരം നടന്ന് വെടിക്കെട്ടിന് മുമ്പ് കശപിശയുണ്ട്, അടിയായി, തർക്കമായി, ലാത്തിച്ചാർജായി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പേര് നുഴഞ്ഞു കയറി എന്ന് പറയാം. ഇതങ്ങനല്ലെന്നേ. ഇതുവരെ തിരിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് അമിട്ട് വിട്ട കാര്യമല്ല, ഞാൻ പറഞ്ഞത് പോലീസ് കാണിച്ച വൃത്തികേട് തന്നെയാ. അത് ഈ പോലീസുകാർ ആരാണ്, എന്താണ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ വഴിയേ നോക്കാം നമുക്ക്. അത് ഞാൻ വിചാരിച്ചത് സുനിൽകുമാറാണ് സാധാരണ അവിടുത്തെ ഒരു പൂരം വിഷലുകളിൽ നമ്മൾ കഴിഞ്ഞ കുറെ കാലം കാണുന്നത് സുനിൽകുമാറിന്റെ പരിപാടിയാണ്. സുനിൽകുമാറിന്റെ നടത്തിപ്പുകാരനാണ്. ഈ പൂരം കഴിയുമ്പോൾ സുനിൽകുമാറിന്റെ എഡ്ജ് വരും. നമ്മുടെ സർവേക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു എഡ്ജ്. സുനിലിന്റെ ഒരു ഗ്ലാമർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മഠത്തിലെ വരവ് തടയുക, പതുവെറ്റ് ഇതൊക്കെ ബാക്കി ഇറക്കി വിട്ടത് ആരാണെന്ന് അറിയണം. കരുവന്നൂരൊക്കെ കത്തി നിൽക്കുക. അതുകൊണ്ട് ഇനി എവിടുന്നാ പണി വന്നേന്നുള്ളത് സുനിൽകുമാർ ഒന്ന് അന്വേഷിച്ചോ? എന്തായാലും കുടമാറ്റം കണ്ടായിരുന്നല്ലോ. കുടമാറ്റം കണ്ടു, ഗംഭീരമായിരുന്നു. അയ്യരുളിയായിരുന്നു, അയോധ്യയുടെ അയ്യരുളിയായിരുന്നു. നല്ല കാര്യമാണ്. അവിടെ ചെറിയൊരു സാധ്യത, കച്ചവട സാധ്യത പരിശോധിച്ചായിരുന്നു. വെടിക്കെട്ടിന് ആകാശത്ത് പോയി പൊട്ടുന്നതിനകത്ത് ഇതുണ്ടായിരുന്നു. അയോധ്യയും അത് നമ്മൾ ഇരുട്ടത്തിട്ട് പൊട്ടിച്ചാലേ അറിയാൻ പറ്റും. വട്ടപ്പാലിട്ട് പൊട്ടിച്ചിട്ട് കുറെ പുക മാത്രം കണ്ടു രാവിലെ. അത് കണ്ടിട്ട് അടുത്ത ട്രെയിൻ ഞാൻ പോകുന്നു.